നല്ലൊരു കോൺട്രാക്ടർ ആ ടെൻഡർ നടപടികളിലൂടെ വർക്ക് ഏറ്റെടുക്കാൻ ഇടയായാൽ ഫെബ്രുവരിയിൽ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും. അതിന് നല്ല വലിപ്പമുള്ള മരങ്ങളാണ്. അവിടെ ഒരു ഇടന്ന നിൽപ്പുണ്ട്, അതുവരെയാ അവിടെ അതുണ്ട്. വെള്ളം മണ്ണാണ് മഴ ട്രെയിൻ വരുമ്പോഴേ ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് വന്ന ഈ അവിടെ നമുക്ക് അല്ല പോലീസ് ആ സർക്കിൾ ഓഫീസിന്റെ അങ്ങോട്ട് തന്നെ ഈരാറ്റുപേട്ടയുടെ ഒരു സ്വപ്ന വികസന പദ്ധതിയായ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷന്റെ സൈറ്റ്, അത് ഇവിടെ നിന്നിരുന്ന മരങ്ങൾ വെട്ടിമാറ്റി ക്ലിയർ ചെയ്യുന്ന, ഭൂമി റെഡിയാക്കുന്ന, സജ്ജമാക്കുന്ന നടപടിക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ സ്ഥലം വലിയ തർക്കത്തിൽ പെട്ട് നമുക്ക് ലഭ്യമാകുന്നതിന് വല്ലാതെ കാലവിളംബം വന്നു. അതിനുശേഷം മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് യോഗം വിളിച്ചു ചേർത്ത് നമുക്ക് ഈ ഭൂമി അലോട്ട് ചെയ്തു. അതിനുശേഷം കെട്ടിടത്തിന്റെ രൂപകൽപ്പനയും അതിന്റെ സാങ്കേതിക നടപടിക്രമങ്ങളും നടന്നു വരുന്നതിന് സമാന്തരമായി തന്നെ ഈ ഭൂമി അതിന് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് 32 കുറ്റി മരങ്ങളാണ്, എല്ലാം തന്നെ ഒട്ടുമിക്കതും പാഴ്മരങ്ങളാണ് ഇവിടെ നിന്നിരുന്നത്. ഒരു പൊതുഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് നടപടിക്രമങ്ങൾ ഏറെ സങ്കീർണമാണ്. ആ നടപടിക്രമങ്ങൾ വളരെ ശ്രമകരമായ ദൗത്യത്തിലൂടെ നമ്മുടെ ഈരാറ്റുപേട്ട ഡെവലപ്മെന്റ് ഫോറവും ഒക്കെ അതിനകത്ത് വലിയ ഇടപെടലാണ് നടത്തിയത്. അങ്ങനെ വലിയ ശ്രമകരമായ ദൗത്യത്തിലൂടെ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടിമാറ്റിയെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് കെട്ടിടം നിർമ്മിക്കാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. അതോടൊപ്പം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, നമ്മുടെ സോയിൽ ടെസ്റ്റ് അടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. ഇപ്പോൾ അതിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒന്നും ബാധകമല്ല. സ്ട്രക്ചറൽ ഡിസൈൻ പരമാവധി 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. അത് കഴിഞ്ഞാൽ സാങ്കേതിക അനുമതി TS ആണ് ലഭിക്കേണ്ടത്. അത് പക്ഷേ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ കഴിയില്ല. അപ്പൊ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ സാങ്കേതികാനുമതി നൽകി ടെൻഡർ നടപടികളിലേക്ക് പോകും. അതായത് ഡിസംബർ ഒടുവിലെ പെരുമാറ്റച്ചട്ടം പിൻവലിക്കുകയുള്ളൂ പുതിയ ഭരണസമിതികൾ അധികാരമേറ്റതിനു ശേഷം. അപ്പൊ ജനുവരിയിൽ ഇതിന്റെ ടെൻഡർ നടപടികൾ നടക്കും എന്ന് ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു കോൺട്രാക്ടർ ആ ടെൻഡർ നടപടികളിലൂടെ വർക്ക് ഏറ്റെടുക്കാൻ ഇടയായാൽ ഫെബ്രുവരിയിൽ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും. അതിന് മുന്നോടിയായിട്ടാണ് ഈ സൈറ്റ് ക്ലിയറൻസ്, ഈ ഭൂമിയിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളും വെട്ടിമാറ്റി ഇത് ലേലം ചെയ്യുന്നതിന് മുമ്പ് ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട്. കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഫോറസ്റ്റ്, സിവിൽ, നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രിയുമായി എല്ലാം ബന്ധപ്പെട്ടാണ് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. അത് പൂർത്തീകരിച്ച് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു തടി വ്യാപാരി വെളിയത്തെ ഷിബിലി ഈ തടി ലേലത്തിൽ പിടിച്ചതാണ്. അത് വെട്ടിമാറ്റി നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രായോഗിക തടസ്സം നമുക്ക് ഇവിടെ പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ടെൻഡർ വിളിച്ച് കരാർ ഉറപ്പിച്ചാൽ സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മറ്റ് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. ജനുവരിയിൽ ടെൻഡർ വിളിക്കാൻ കഴിയുമെന്നുള്ള സന്തോഷകരമായ വാർത്ത നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്.